രമേശ് പിഷാരടി കൂടി പാലക്കാട് നിന്ന് വിജയിച്ച പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ച രമേശ് പിഷാരടി അകത്തേക്ക് എത്തിക്കുകയാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് രമേശ് പിഷാരടി തയ്യാറാകുമോ എന്നത് വ്യക്തതയില്ല. മാധ്യമങ്ങൾ പ്രതികരണം തെരഞ്ഞെടുക്കും. രമേശ് പിഷാരടി പാലക്കാട് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്. ഒരു രാഷ്ട്രീയമായി സജീവമായി മുഖ്യധാരയിൽ ഇല്ലാതിരുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച രമേശ് പിഷാരടിയാണ് ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. ശേഷിക്കുന്ന MLA-മാർ നല്ലത് സംഭവിക്കണം പോണെന്നുള്ള പ്രതീക്ഷ തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ വരുന്നത്. ഇല്ല, സ്ഥിരമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് മാറി പറഞ്ഞു ആയിക്കോട്ടെ. നല്ലത് സംഭവിക്കും എന്ന Got the feedback from all senior leaders? Yes, we are meeting everyone. How is it, cordial or? Very cordial. Very cordial. What is the feedback of MLAs? We are just going to take the feedback. Who got the majority support? Sir, who got the majority? We will speak. The meeting is about to begin. You are meeting. Let us go there. You are meeting separately. We'll decide the course there only. Okay. അജയ് മാക്കൻ മുകുൾ വാസനിക്ക, അതായത് ഹൈക്കമാൻഡ് പ്രതിനിധികൾ അഭിപ്രായങ്ങൾ ആരായുന്ന MLA-മാർ ഇതാ മറ്റ് തീർച്ചയായും വളരെ സന്തോഷം. നടത്തിയ യുവനിര നോ കമന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചേരിപ്പോരിൽ മാറി നിൽക്കുകയാണ്. ഏറ്റവും ശ്രദ്ധേയമാകുന്ന പ്രതികരണങ്ങൾ MLA-മാരുടെ ഇതാ ഈ തെരഞ്ഞെടുപ്പിലെ യുവനിരയുടെ വലിയൊരു പങ്കാളിത്തം നമുക്ക് കാണാൻ സാധിക്കുന്നു. KM അഭിജിത്തിനെ പോലെയുള്ളവർ, സച്ചിൻ ദേവിനെ പരാജയപ്പെടുത്തിയ സൂരജിനെ പോലെയുള്ളവർ, അങ്ങനെ ഇതാ യുവാക്കളുടെ ഒരു നിരയെത്തുമ്പോൾ അവരിൽ ആരിൽ നിന്ന് പോലും അടൂർ പ്രകാശിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആരുടെയും, അതായത് മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്നൊക്കെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന തുടർച്ചയായ പ്രതികരണങ്ങൾ നമുക്കറിയാം. അത് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചുവെങ്കിൽ യുവനിര ഏറെ കരുതലോടുകൂടിയുള്ള പ്രതികരണം മാത്രം നടത്തുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അവരൊന്നും അനാവശ്യമായ ഒരു കമന്റ് ചെയ്യാൻ ഇല്ല. അതായത് നിരീക്ഷകരോട് എന്താണോ പറയേണ്ടത്, ഹൈക്കമാൻഡ് പ്രതിനിധികളോട് എന്താണോ പറയേണ്ടത്, അത് അവിടെ പറയും എന്നുള്ളതാണ്. ഇതിൽ തന്നെ നമുക്കറിയാം ഈ MLA-മാരിലെ സ്റ്റാർ എന്ന് പറയാവുന്നത്, താരം എന്ന് പറയാവുന്നത് മറ്റാരുമല്ല, അത് രമേശ് പിഷാരടിയാണ്. രമേശ് പിഷാരടി ഇവിടെയും കന്നിയംഗമായിരുന്നു. പാലക്കാട് പോലെ ഏറ്റവും നിർണായകമായ ഒരു മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറുമ്പോൾ രമേശ് പിഷാരടിയും നല്ലത് സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു എന്നതിനപ്പുറത്ത് ഒരു പക്ഷേ അദ്ദേഹം ഈ ഒട്ടേറെ ഹാസ്യ പരിപാടികളിലൂടെയാണ് മലയാളികൾക്ക് പരിചിതനെങ്കിലും സാമൂഹികമായ വിഷയങ്ങളിൽ ഗൗരവത്തോടു കൂടി പ്രതികരിക്കുന്ന പല ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിൽ പോലും അദ്ദേഹം അതീവ ഗൗരവമായ വിഷയങ്ങൾ നോക്കിക്കാണുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഗൗരവത്തെ ഉൾക്കൊള്ളുന്നു എന്നത് തന്നെയാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് ശേഷം അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഗൗരവപൂർണമായ പ്രതികരണങ്ങൾക്കപ്പുറത്തേക്ക് ഒന്നും നടത്തിയില്ല. ഏറെ പക്വതയോടുകൂടി വിഷയങ്ങൾ നോക്കിക്കാണുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിരുന്നു. ഇപ്പോഴും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതികരണത്തിന് മുതിർന്നില്ല. ഞാൻ VV അരുണിലേക്ക് പോകുമ്പോൾ, അരുൺ, നിരവധി ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് അജയ് മാക്കനോടും മുകുൾ വാസനിക്കിനോടും ചോദിച്ചു. ചർച്ചകൾ നടക്കുന്നു, കൂടിക്കാഴ്ചകൾ നടക്കുന്നു, അഭിപ്രായങ്ങൾ ആരായുന്നു. ഞങ്ങളിതാ ആ വഴിയിലാണ്, ഞങ്ങൾ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ആർക്കാണ് മെജോറിറ്റി എന്ന ചോദ്യത്തിനൊക്കെ അത് നടക്കുന്നു, പ്രൊസീജിയർ നടക്കുന്നു, പിന്നീട് അറിയിക്കാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രതികരണം. മുകുൾ വാസനിക്ക് ആ നിലയിലാണ് പ്രതികരിച്ചത്. ഏതാണ്ട് അവിടുത്തെ കൂടിക്കാഴ്ചകൾ പൂർണ്ണമായി എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവർ KPCC ആസ്ഥാനത്തേക്കല്ലേ പുറപ്പെട്ടിട്ടുള്ളത്. അഭിലാഷ്, നേതാക്കളെല്ലാം നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിന്നീട് ഇപ്പോഴിതാ അല്പസമയത്തിനകം തന്നെ ഡാൻ KPCC ആസ്ഥാനത്തുണ്ട്. ഡാൻ ഇതാ ഹോട്ടലിൽ നിന്ന് അവർ പോന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അവിടുത്തെ കൂടിക്കാഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി നേരെ KPCC ആസ്ഥാനത്തേക്ക് തന്നെ അവരെത്തും. മുകുൾ വാസനിക്കും not particular name. I suggest a formula
for file out to the concerned person. So what's that formula? Can you please tell us about that? That is not public. That is VD secret. That is a secret issue. VD Solution also is in the race right now. Do you think he needs to be there in the CM case because he headed the... Not only VD Sadishan, there are so many VD Sadishan in party. Indian National Congress is a lateral leaders, bulk of leaders. Everywhere we have a very good leadership is there. Among them, you suggest like this. That's also in this. There is a flex code of KC Venugopal also there. They're saying that KC will be the next... Same bodies everywhere. Same bodies everywhere. Okay. യെസ്, ഇതാണ് നേരത്തെ വി അരുൺ സൂചിപ്പിച്ച ഒരു പ്രതികരണം. അതായത് ഒരു സതീശനല്ല, ഒരുപാട് സതീശന്മാർ ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ വി ഡി സതീശനെ മാത്രമല്ല പരിഗണിക്കപ്പെടേണ്ടത് എന്നത് അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. അതുപോലെ നിരവധിയായി സതീശന്മാർ ഉണ്ട് എന്ന് പറയുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ആണ്. അതേസമയം അദ്ദേഹം പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു പേര് എന്നതിനപ്പുറത്ത് ഒരു ഫോർമുലയാണ് താൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് ഒരു സൊല്യൂഷൻ, മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ എങ്ങനെയാകണം മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് എന്നത് സംബന്ധിച്ച ഒരു സൊല്യൂഷൻ മുന്നോട്ട് വെച്ചു എന്നാണ് അദ്ദേഹം വാർത്താ ഏജൻസിക്ക് നൽകിയിട്ടുള്ള പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതാണ് കെ സുധാകരൻ നേരത്തെ നൽകിയിട്ടുള്ള പ്രതികരണം. അരുൺ തുടരുന്നുവെങ്കിൽ KPCC അധ്യക്ഷൻ, മുൻ അധ്യക്ഷന്റെ പ്രതികരണം ഇതാണ്. ഇത്തരം അഭിപ്രായങ്ങളെല്ലാം ഹൈക്കമാൻഡ് പ്രതിനിധികൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിർണായകമാകുന്നത് MLA-മാരുടെ അഭിപ്രായങ്ങൾ ആണ്. അതിന് KPCC ആസ്ഥാനത്തേക്ക് അവരെത്തുകയും ചെയ്യുന്നുണ്ട്. സുധാകരൻ ഉൾപ്പെടെയുള്ളവർ അവരുടെ നിർണായകമായ നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു എന്നതാണല്ലോ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.